ഹലോ, ഐ എം അൺ അക്യുപഞ്ചറിസ്റ്റ്. ഇന്നൊരുപാട് ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റിയത് ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ മുട്ടുവേദന, നടുവേദന, ഉപ്പൂറ്റി വേദന ഇതൊരുപാട് പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് പലരും. എന്നാൽ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു ഓർഗനുകൾക്കൊന്നുള്ള വളരെ പ്രശ്നം അല്ലാതെ കാണുന്നത്. എങ്കിൽ തന്നെ ഇതൊരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രോഗമായിട്ട് മാറുകയാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ സാഹചര്യങ്ങളെ കുറിച്ച്. പക്ഷെ മുട്ടുവേദനയെ കുറിച്ച് പറഞ്ഞാൽ ഏകദേശം ഒരു 40 വയസ്സ് കഴിയുമ്പോഴൊക്കെയാണിത്. ഞാൻ മുമ്പേ ഉണ്ടാകാം, എങ്കിലും കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. എൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യന്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, ഒന്ന് അമിതമായിട്ടുള്ള വെയിറ്റ് ഉള്ളവർക്ക് അത് സംഭവിക്കാം. പിന്നെ നിന്നുകൊണ്ടുള്ള ജോലി സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നവർക്കും അങ്ങനെയുള്ള ഒരു രീതി കാണാറുണ്ട്. അപ്പോൾ ഇത് പല ചികിത്സകളും ഉണ്ട്, പല ശാസ്ത്രങ്ങളും ഉണ്ട്. അലോപ്പതി പോകുന്നു, ഹോമിയോ പോകുന്നു, ആയുർവേദം പോകുന്നു, അങ്ങനെ പലതും പോകുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് താൽക്കാലികമായിട്ടൊരു ആശ്വാസത്തിലാണ് പോകുന്നതെന്ന് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാണാൻ കഴിയുന്നില്ല എന്തായാലും. എങ്കിൽ ഇത് ഒരു നിത്യമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാണുന്നത്. അപ്പൊ ഇതിന് അക്യുപഞ്ചർ വ്യവസ്ഥ ശാസ്ത്രം അനുസരിച്ച് അതിന് ചികിത്സ ഉണ്ട്. അത് വളരെ ചെലവ് കുറഞ്ഞതാണ്, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതല്ല. അതുപോലെ പാർശ്വഫലങ്ങള്, ഈ സൈഡ് എഫക്റ്റുകൾ തന്നെ ഒന്നും തന്നെ ഇല്ല. ഇത് രോഗമില്ലാത്ത ഒരു രോഗമില്ലാത്ത ഒരാൾക്കും ഈ അക്യുപഞ്ചർ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാറില്ല. ശരീരത്തിൽ കുറച്ച് എനർജികൾ കിട്ടും, ഓർഗൻ ബേസിൽ എനർജി കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു കുഴപ്പവും സംഭവിക്കാറില്ല. അപ്പം ഇതിന് ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയതുമായ ആഴ്ച ഒരിക്കൽ ഇങ്ങനെ ഒരു പ്രാവശ്യം വീതം ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഒരുപാട് മാറ്റം കാണുന്നുണ്ട്. അത് പെട്ടെന്ന് ഒരേ ആഴ്ച ചികിത്സ ഇങ്ങനെ വെച്ച് ചിലപ്പം 1 മാസം 2 മാസം ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് നീങ്ങാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫലപ്രദമായിട്ടുള്ള ഗുണങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് വലിയ വലിയ രീതിയിലും നീങ്ങുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇത് സാഹചര്യങ്ങൾ കൊണ്ട് വെയിറ്റ് കുറയണം. ഞാൻ ആദ്യ വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു, വെയിറ്റ് വളരെയേറെ മാനേജ് ചെയ്യണം. അതുപോലെ എപ്പോഴും നിന്നുകൊണ്ടുള്ള രീതിയിലാണ് ഉള്ള ജോലികളോ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ അത് സംഭവിക്കാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതിന് അക്യുപഞ്ചർ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ അതിന് കണ്ടുവരുന്നുണ്ട്. അത് ഉണ്ടാക്കാനും പറ്റും തീർച്ചയായിട്ടും. അപ്പൊ ഇത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിശ്രമ രീതിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിന് വിശ്രമ രീതികൾ, അതിന്റെ കുറച്ച് ടിപ്പുകളൊക്കെ അക്യുപഞ്ചർ വ്യവസ്ഥ അനുസരിച്ച് പറഞ്ഞു തരും. അപ്പൊ ആ നിലയ്ക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അലോപ്പതി ചെയ്ത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഗുണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂരിപക്ഷം ആളുകൾക്ക് അത് ഗുണം ഇല്ലാതെ പോകുന്നുണ്ട്. അതിന് ഹോമിയോ ചെയ്താലും ഒരു പരിധി വരെ അത് മാനേജ് ചെയ്യാൻ കഴിയുന്നു, മാനേജ് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം വ്യവസ്ഥ അനുസരിച്ച് പിന്നെ അത് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഒട്ടും ഇതിന് അക്യുപഞ്ചറിനില്ല. പക്ഷെ മറ്റേ പല മെഡിസിനുകളും ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടും തന്നെ പാർശ്വഫലങ്ങൾ, അതിൻ്റെ ഒരു അനുഭവങ്ങൾ നമുക്ക് എതിരായിട്ട് മാറുന്നില്ല. ആ രീതിയിൽ ഈ ചികിത്സ ഫലപ്രദമാണ്. അപ്പം അത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ്. ഇനി അടുത്ത നടുവേദനയെ കുറിച്ചുണ്ട്, അതുപോലെ ഉപ്പൂറ്റി വേദനയെ കുറിച്ചുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മറ്റടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്.